ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 11 പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ കണ്ണൂർ 7, കോഴിക്കോട് 2, കോട്ടയം, മലപ്പുറം 1 വീതം. ഒരാളുടെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. അത് പാലക്കാടാണ്. ഇതുവരെ 437 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 127 പേരാണ് ചികിത്സയിലുള്ളത്. ഇപ്പോൾ നിരീക്ഷണത്തിൽ 29,150 പേരാണ് ഉള്ളത്. അതിൽ വീടുകളിൽ 28,804 പേർ, ആശുപത്രികളിൽ 346 പേർ. ഇന്ന് മാത്രം 95 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 20,821 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 19,998 രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്ന് പോസിറ്റീവായ 11 കേസുകളിൽ 3 സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരാണ്. വിദേശത്ത് നിന്ന് വന്നവർ 5. കോഴിക്കോട് ഒരു ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 2 ഹൗസ് സർജന്മാർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിലൊരാൾ കണ്ണൂർ ജില്ലയാണ്. അവർ ഇരുവരും കേരളത്തിന് പുറത്തു നിന്ന് ട്രെയിനിൽ വന്നവരാണ്. ഇന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഡോക്ടർമാർക്കെതിരെയോ മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കെതിരെയോ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ കർക്കശമായി നേരിടാനും അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള ഈ നിയമത്തെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സയിലുള്ള ജില്ല ഇപ്പോൾ കണ്ണൂരാണ്. ആ സ്ഥിതിക്ക് അവിടെ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. പോലീസ് പരിശോധനയും ശക്തമാക്കി. ഇതിന് ഫലം കണ്ടിട്ടുണ്ട്. വാഹനങ്ങൾ പുറത്തിറങ്ങുന്നതിൽ കാര്യമായ കുറവുണ്ട്. ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച തദ്ദേശ സ്ഥാപന പരിധിയിലെ പ്രദേശങ്ങൾ പൂർണ്ണമായി സീൽ ചെയ്തു. നിയന്ത്രണം ലംഘിച്ച് നിരത്തിലിറങ്ങിയതിന് ചൊവ്വാഴ്ച 437 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 347 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ജില്ലയിലെ സ്ഥിതിയുടെ തീവ്രത കണക്കിലെടുത്ത് ഹോട്ട്സ്പോട്ട് ഒഴികെയുള്ള സ്ഥലങ്ങളിലും ജനങ്ങൾ പരമാവധി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ വീടുകളിൽ തന്നെ കഴിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവശ്യ വസ്തുക്കൾ ഹോം ഡെലിവറിയായി എത്തിക്കുന്ന രീതി ജില്ല മുഴുവൻ വ്യാപിപ്പിക്കും. പോലീസ്
തടയുന്ന കൂട്ടത്തിൽ ചില ഹെൽത്ത് സ്റ്റാഫിനെയും തടയുന്ന സ്ഥിതി വന്നു എന്നൊരു പരാതി വന്നിട്ടുണ്ട്. അതൊഴിവാക്കാൻ പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ടതാണ്. കോവിഡ്-19 പൊട്ടിപ്പുറപ്പെടൽ ദേശീയ തലത്തിലും നമ്മുടെ സംസ്ഥാന നിലയിലും സാമ്പത്തിക രംഗത്ത് കനത്ത ആഘാതമാണ് ഏൽപ്പിക്കുന്നത്. ദേശീയ സമ്പദ്വ്യവസ്ഥ സാരമായ വളർച്ചാ മാന്ദ്യം നേരിടുന്ന ഘട്ടത്തിലാണ് കോവിഡ്-19 തുടങ്ങിയത്. 8-9% വളർച്ചയുണ്ടായിരുന്ന സമ്പദ്ഘടനയുടെ വളർച്ച 5% താഴെ എത്തി നിൽക്കുമ്പോഴാണ് ഈ മഹാമാരി പ്രത്യക്ഷപ്പെട്ടത്. ഈയൊരു ദേശീയ സാഹചര്യത്തിൽ കേരളം പോലൊരു സംസ്ഥാനം പശ്ചാത്തല സൗകര്യ വികസനവും സാമൂഹ്യ മേഖലയിലെ ഇടപെടലും ശക്തമാക്കിക്കൊണ്ട് സാമ്പത്തിക വളർച്ച 7.5% നിലനിർത്തിയത് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ്. നാം 2 പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നവരാണ്. അത്തരമൊരു സംസ്ഥാനത്തിനാണ് ഈ രീതിയിൽ വളർച്ച നേടാനായത് എന്നത് മറന്നുകൂടാ. സംസ്ഥാനത്തിൻ്റെ പൊതു ധനകാര്യ രംഗത്ത് ഞെരുക്കം അനുഭവപ്പെട്ടെങ്കിലും സാമൂഹ്യക്ഷേമ ചെലവുകളിൽ നിന്നും സർക്കാർ ഒട്ടും പിന്നോട്ട് പോയില്ല. എന്നാൽ കോവിഡ്-19 സംസ്ഥാനത്തെ സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണല്ലോ. നിർമ്മാണ മേഖലയിലും ടൂറിസം മേഖലയിലും നേടിയ വളർച്ച, പ്രവാസികൾ അയക്കുന്ന പണത്തിൻ്റെ പിൻബലം, ഇതൊക്കെ നമ്മുടെ വാങ്ങൽ ശേഷി ശക്തിപ്പെടുത്തിയതായിരുന്നു. ഇതിനാണിപ്പോൾ ഗണ്യമായ ഇടിവ് വന്നത്. ലോക്ക്ഡൗണിൻ്റെ മറ്റൊരു ഫലം സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം ഏതാണ്ട് നിലച്ച അവസ്ഥയിലാണ് എന്നതാണ്. ചെലവുകളുടെ കാര്യത്തിൽ വലിയ വർധനയാണ് ഉണ്ടാകുന്നത്. ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ സർക്കാരിന് പ്രതിജ്ഞാബദ്ധമായ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ചെലവുകൾ ഒഴിവാക്കാനാവുന്നതല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെലവുകളുടെ ഭാഗമായി കൂട്ടാൻ കഴിയണം എന്ന നമ്മുടെ ആവശ്യവും നിരാകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത്തരമൊരു കനത്ത വെല്ലുവിളികൾ നാം നേരിടുകയാണ്. കോവിഡ്-19 ബാധയെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളും വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങളും കൃത്യമായി കണക്കാക്കിയിട്ടില്ല. അതിനായി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പരിശോധിക്കേണ്ടതായിട്ട് വരും. ഏതെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും
നമുക്ക് മുന്നോട്ട് പോകാതിരിക്കാനാവില്ല. ഈ ഘട്ടത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളും സഹിച്ച് സംഭാവന നൽകാൻ എല്ലാ ജനവിഭാഗങ്ങളും മുന്നോട്ട് വരുന്നു എന്നത് ആശ്വാസകരമായ സംഗതിയാണ്. കൈനീട്ടമായി കിട്ടിയ നാണയത്തൊട്ട് മുതൽ മാസവരുമാനം വരെ സംഭാവന നൽകാൻ തയ്യാറാകുന്ന വ്യക്തികളുണ്ട്. ക്ഷേമ പെൻഷനിൽ ഒരു പങ്ക് തരുന്നവരുണ്ട്. ഭക്ഷണച്ചെലവിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ച് സംഭാവന നൽകാൻ തയ്യാറാകുന്ന അവശജനങ്ങളുണ്ട്. പ്രവാസി മലയാളികൾ പ്രതിസന്ധി ഘട്ടത്തിലും സഹായത്തിനായി എത്തുകയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരും അവരുടെ സംഘടനകളും വലിയ തോതിൽ CMDRFിലേക്ക് സംഭാവന നൽകാൻ തയ്യാറായിട്ടുണ്ട്. അഭിമുഖീകരിക്കുന്ന വെല്ലുവിളി ചെറുതല്ല എന്നതുകൊണ്ട് ജീവനക്കാരുടെ ഉദാരമായ സഹായവും സഹകരണവും സർക്കാർ പ്രതീക്ഷിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും ഒരു ഭാഗം താൽക്കാലികമായി മാറ്റിവെക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇങ്ങനെ മാറ്റിവെക്കുന്നത് മൊത്തം ഒരു മാസത്തെ ശമ്പളമായിരിക്കും. മാസത്തിൽ 6 ദിവസത്തെ ശമ്പളം വീതം 5 മാസമാണ് ഇത്തരത്തിൽ മാറ്റിവെക്കാൻ സർക്കാർ നിർബന്ധിതമാകുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, സർക്കാരിൻ്റെ ഗ്രാൻഡോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇത് ബാധകമാണ്. 20,000 രൂപയിൽ താഴെ ശമ്പളമുള്ളവരെ ഇതിൽ നിന്നും ഒഴിവാക്കുകയാണ്. മന്ത്രിമാർ, MLAമാർ, ബോർഡ് അംഗങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികൾ ഇവരുടെ ശമ്പളം ഓണറേറിയം അതിൻ്റെ 30% ഓരോ മാസവും കുറവ് ചെയ്യുന്ന നില ഒരു വർഷക്കാലം സ്വീകരിക്കും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയ ഡ്യൂട്ടിയിലായതിനാൽ ആശാ വർക്കർമാർക്ക് 2020 മാർച്ച് മുതൽ മെയ് വരെ നിബന്ധനകൾ പരിശോധിക്കാതെ ഓണറേറിയവും നിശ്ചിത ഇൻസെൻറ്റീവും നൽകാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ മാർച്ച് മുതൽ കോവിഡ് കാലയളവിൽ അധിക ഇൻസെൻറ്റീവായി പ്രതിമാസം 1000 രൂപ നൽകും. സംസ്ഥാനത്തുള്ള 26,475 ആശാ വർക്കർമാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. കോവിഡ് കാലത്ത് പ്രതിരോധത്തിൻ്റെ ഭാഗമായി പ്രത്യേക ചുമതലകളാണ് ആശാ വർക്കർമാർ നിർവഹിക്കുന്നത്.
വിദേശത്തു നിന്ന് വന്നവരുടെയും കോവിഡ് ബാധിത സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുടെയും ലിസ്റ്റ് തയ്യാറാക്കുക. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെയും ജീവിതശൈലി രോഗമുള്ളവരുടെയും ലിസ്റ്റ് തയ്യാറാക്കി ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം മരുന്നുകളുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത്തരത്തിലുള്ള സേവനങ്ങൾ ആശാവർക്കർമാരാണ് ചെയ്യുന്നത്. അവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു. നിരോധനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലൂടെ ആളുകൾ കേരളത്തിലേക്കും തിരിച്ചും കടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ കടന്നുകയറ്റം പൂർണ്ണമായും തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കുകയാണ്. ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാതരം വാഹനങ്ങളും വിശദമായി പരിശോധിക്കുന്നുണ്ട്. കണ്ടെയ്നർ ലോറികളും അടച്ചുപൂട്ടിയ വാഹനങ്ങളും മുഴുവനായി തുറന്നു പരിശോധിച്ച് യാത്രക്കാർ അകത്തില്ലെന്ന് ഉറപ്പാക്കുന്നുണ്ട്. ഊടുവഴികളിലൂടെ ജനങ്ങൾ അതിർത്തി കടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായി അതിർത്തികളോട് ചേർന്ന പോലീസ് സ്റ്റേഷനുകളുടെ കീഴിൽ ബൈക്ക് പെട്രോൾ സംവിധാനം ഊർജിതപ്പെടുത്തി. നാട്ടുകാരല്ലാത്തവരെ കണ്ടെത്തിയാൽ ഗൗരവമായ പരിശോധന തന്നെയുണ്ടാവും. സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെയും SIമാരുടെയും നേതൃത്വത്തിൽ 24 മണിക്കൂറും മൊബൈൽ പെട്രോൾ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അതിർത്തി പങ്കിടുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കും. അവിടുത്തെ പരിശോധന ഉറപ്പാക്കുന്നതിന് DYSP തലത്തിലെ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുകയും ചെയ്യും. മാത്രമല്ല, നിശ്ചിത പ്രവേശന കവാടങ്ങൾ ഇത്തരം പ്രദേശങ്ങളിൽ അനുവദിക്കും. അനധികൃതമായി കടന്നു വരുന്നവർക്ക് കർശനമായ നിയമ നടപടി നേരിടേണ്ടി വരും. പ്രദേശവാസികളല്ലാത്ത ആരെയും അതിർത്തികളിൽ അനുവദിക്കില്ല. ചില ജില്ലകളിലൊഴികെ ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ വാഹന ഗതാഗതം വലിയ തോതിൽ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടാണുള്ളത്. ഇത് ഗൗരവമായി തന്നെ കാണേണ്ടതും നിയന്ത്രിക്കേണ്ടതുമായിട്ടുണ്ട്. തുറക്കുന്ന കടകളിൽ ശാരീരിക അകലം പാലിക്കാതെ ആളുകൾ കൂട്ടം കൂടുന്ന ചില റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതും അപകടകരമാണ്. അതിലും മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നതിന് ശക്തമായി ഇടപെട്ടു പോകേണ്ടതാണ്. ID കാർഡുള്ള സന്നദ്ധ പ്രവർത്തകർ അവർ സന്നദ്ധ പ്രവർത്തനമെന്ന മഹത്തായ സേവനം നടത്താൻ വേണ്ടി തയ്യാറായി വന്നവരാണ്. പക്ഷേ ഒരിടത്ത് നിന്ന് കിട്ടിയ വാർത്ത ഈ ID കാർഡോടുകൂടി അവർ സർക്കാർ വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കാൻ പോയി എന്നാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ സന്നദ്ധ പ്രവർത്തനത്തിന് തങ്ങൾ അയോഗ്യരാണ് എന്ന് സ്വയമേവ അവർ തന്നെ വെളിപ്പെടുത്തുകയാണ്. മുമ്പേ ജസ്ലോക്ക് ആശുപത്രിയിലെ 27 സ്റ്റാഫ് നഴ്സുമാർക്ക്
ഏപ്രിൽ 17 കോവിഡ് സ്ഥിരീകരിച്ചു. യാതൊരു അടിസ്ഥാന സൗകര്യവും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെയാണ് രോഗികളായി ഇവരെ പാർപ്പിച്ചിട്ടുള്ളത് എന്ന പരാതി ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യം മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ചിലയിടങ്ങളിൽ വേനൽ മഴയെ തുടർന്ന് പകർച്ചപ്പനികൾ വരാനിടയുണ്ട്. ഈ സാഹചര്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണവും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും നേരത്തെ തന്നെ നടത്തുന്നതിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് തുടർന്ന് നടത്തുന്നതാണ്. ഇന്ന് ലോക ഭൗമദിനമാണ്. അരനൂറ്റാണ്ട് മുൻപാണ് ഭൗമദിനം ആചരിച്ചു തുടങ്ങിയത്. ജീവജാലങ്ങളുടെ സാന്നിധ്യമാണ് ഭൂമിയെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ആ ജീവജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സാന്നിധ്യമാണ് മനുഷ്യൻ. ഭൂമിയുടെ സംരക്ഷണം എന്നത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിൻ്റെ സംരക്ഷണം കൂടിയാകുന്നു. കോവിഡ്-19 എന്ന മഹാമാരി മനുഷ്യരാശിയെ മാരകമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇത്തവണത്തെ ഭൗമദിനാചരണം. അത് കണ്ടുകൊണ്ടാണ് കാർഷിക രംഗത്തുള്ള ഇടപെടലിന് ഈ ഭൗമദിനത്തിൽ നാം പ്രാധാന്യം നൽകുന്നത്. കാർഷിക മേഖലയിൽ വലിയ പരിവർത്തനമുണ്ടാക്കി നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും കൃഷി ചെയ്യുന്നവർക്ക് കൂടുതൽ വരുമാനമുണ്ടാക്കാനും വലിയൊരു കർമ്മപദ്ധതി സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതായി ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അടിയന്തരമായി ഈ ബൃഹത് പദ്ധതിക്ക് രൂപം നൽകാൻ ഇന്ന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം ചേരുകയുണ്ടായി. ഒരാഴ്ചക്കകം പദ്ധതിക്ക് രൂപം നൽകാനാണ് തീരുമാനം. അടുത്ത ബുധനാഴ്ച വീണ്ടും യോഗം ചേർന്ന് കർമ്മപദ്ധതിക്ക് അവസാന രൂപം നൽകും. ഇത് നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ മഴയ്ക്ക് മുൻപ് തന്നെ ആരംഭിക്കണമെന്നാണ് കണ്ടത്. കാലവർഷത്തിന് മുൻപ്. യോഗത്തിൽ കൃഷി, ജലസേചനം, തദ്ദേശ സ്വയംഭരണം, ക്ഷീരവികസനം എന്നീ വകുപ്പ് മന്ത്രിമാരും ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനും പങ്കെടുത്തിരുന്നു. തരിശു നിലങ്ങളിൽ പൂർണ്ണമായും കൃഷിയിറക്കുക എന്നതാണ് ഇതിൽ മുഖ്യമായി കാണുന്നത്. ഓരോ പഞ്ചായത്തിലും തരിശിട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി കണ്ടെത്തും. ഇതിൽ ഭൂമിയുടെ ഉടമകൾക്ക് യാതൊരു ആശങ്കയുണ്ടാകേണ്ടതില്ല. അവരുമായി ചർച്ച ചെയ്ത് ഒരു സമവായത്തിലൂടെ കൃഷി ഇറക്കുന്ന നിലപാടാണ് സ്വീകരിക്കുക. ഉടമകൾ കൃഷി ഇറക്കുമെങ്കിൽ വളരെ സൗകര്യം, അല്ലെങ്കിൽ പൊതുവായൊരു രീതി നമുക്ക് കണ്ടെത്താമെന്നാണ് ധാരണ. കൃഷിവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കലാണ് വേണ്ടത്. അതോടൊപ്പം ജലസേചനം, മൃഗസംരക്ഷണം, സഹകരണ വകുപ്പുകൾ ഇതെല്ലാം പങ്കാളികളാകും. കൃഷിയുടെ പരമ്പരാഗത സങ്കേതങ്ങളിൽ കടിച്ചു തൂങ്ങാതെ പുതിയ സാധ്യതകളിലേക്ക് തിരിയണമെന്ന് കണ്ടിട്ടുണ്ട്. മണ്ണിൽ മാത്രമാണ് കൃഷി എന്ന സങ്കല്പം മാറിക്കഴിഞ്ഞു. വെള്ളത്തിലും മട്ടുപ്പാവിലും
ഗ്രോ ബാഗുകളിലും സമൃദ്ധമായ വിള ലഭിക്കുന്ന കൃഷി രീതികളുണ്ട്. മത്സ്യകൃഷി കായലിലും കൃത്രിമ ജലാശയങ്ങളിലും മാത്രമല്ല, കടലിൽ തന്നെ ചെയ്യാവുന്ന സാങ്കേതിക വിദ്യയും രീതിയും നമ്മുടെ മുന്നിലുണ്ട്. കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ, ആട്, പന്നി, പോത്ത് വളർത്തൽ, മത്സ്യകൃഷി, അതിൻ്റെ വൈവിധ്യവൽക്കരണം എന്നിവയ്ക്കെല്ലാം മുന്തിയ പ്രാധാന്യം നൽകി നമ്മുടെ ഭാവി പ്രതിസന്ധി മറികടക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുക. നമ്മുടെ എല്ലാ പരിമിതികളും നിലനിൽക്കുമ്പോൾ തന്നെ ഭാവിയിലെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ എന്ത് ചെയ്യാനാകും എന്ന ആലോചനയാണ് സർക്കാർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ മേഖലയിൽ കൃഷിക്ക് പുറമെ മൃഗസംരക്ഷണ, മത്സ്യ മേഖലകളിൽ ഒരു കർമ്മ പദ്ധതി ആലോചിക്കുന്നത്. മുട്ട, മാംസം തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതിന് നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് പ്രതിദിനം 75 ലക്ഷം അധികം മുട്ട ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളും സഹായവും ഒരുക്കും. ഒരു വീട്ടിൽ ഒരു 5 കോഴിയെങ്കിലും വളർത്തുന്നതിന് സാധാരണതയിൽ പ്രയാസം ഉണ്ടാവില്ല. ശരാശരി 2 മുട്ടയെങ്കിലും ദിനംപ്രതി അതിലൂടെ ലഭിക്കുന്ന നിലയുമുണ്ടാവും. കൂടുതൽ കോഴികളെ വളർത്താൻ കഴിയുന്നതാണ് എന്ന് നമുക്കറിയാം. സഹകരണ സംഘങ്ങൾ മുഖേന കാർഷിക രംഗത്ത് പുതിയ ദൗത്യങ്ങൾക്ക് ആവശ്യമായ വായ്പ ലഭ്യമാക്കുന്നതിന് വിപുലമായ പദ്ധതി നടപ്പാക്കും. ഇത്തരത്തിലുള്ള എല്ലാ പദ്ധതികൾക്കും നബാർഡിൻ്റെ സഹായം തേടാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഒരു കുടുംബത്തിൽ 1-2 പശുക്കളെ വളർത്താനുള്ള പദ്ധതി ആരംഭിക്കും. പഞ്ചായത്ത് തലത്തിൽ 5 പശുക്കളെങ്കിലും, അതല്ലെങ്കിൽ ഒരു 10 പശുക്കൾ, ഇത് ഇങ്ങനെയുള്ള ഫാമുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. കേരള ചിക്കൻ പദ്ധതി സംസ്ഥാന വ്യാപകമാക്കും. കോഴിയിറച്ചിയുടെ ലഭ്യതയും വിലസ്ഥിരതയും ഇതിലൂടെ ഉറപ്പാക്കാൻ കഴിയും. ഈ വർഷം 200 ഔട്ട്ലെറ്റുകൾ തുടങ്ങും. കുടുംബശ്രീക്ക് സ്വന്തമായി ഇറച്ചിക്കോഴി സംസ്കരണത്തിന് പ്ലാന്റ് അടിയന്തരമായി പൂർത്തിയാക്കും. ക്ഷീരരംഗത്തെ പ്രധാന പ്രശ്നം അടുത്ത 2 വർഷത്തിനുള്ളിൽ പാൽ ഉൽപ്പാദനം വലിയ തോതിൽ വർദ്ധിച്ചാൽ അധികം വരുന്ന പാൽ എന്ത് ചെയ്യണമെന്നതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും പാൽ കൊണ്ടുപോയി പാൽപ്പൊടിയാക്കി മാറ്റുന്നുണ്ട്. ഇതിന് ലിറ്റർ ഒന്നിന് 10 രൂപ അധിക ചെലവ് വരുന്നു. ഇതൊഴിവാക്കാൻ മിച്ചം വരുന്ന പാൽ പാൽപ്പൊടിയായോ ബാഷ്പീകരിച്ച പാലോ ആയി പരിവർത്തനം ചെയ്ത് സംഭരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പാൽപ്പൊടി പ്ലാന്റ് സ്ഥാപിക്കും. അതോടൊപ്പം ഒരു ബാഷ്പീകരണ പ്ലാന്റും സ്ഥാപിക്കാൻ ആലോചിക്കുകയാണ്. ഇതിനുള്ള സാധ്യതാ പഠനം നടത്തും. പാലിൽ നിന്നുള്ള
മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ചീസ്, കട്ടിത്തൈര് തുടങ്ങിയവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. നിലവിലുള്ള ഡയറി പ്ലാന്റുകളിൽ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം നടത്തും. ക്ഷീരസഹകരണ സംഘങ്ങളെല്ലാം നവീകരിക്കും. കറവയന്ത്രങ്ങൾക്കുള്ള സബ്സിഡി വർദ്ധിപ്പിക്കും. 15,000 ഏക്കർ സ്ഥലത്ത് സമയബന്ധിതമായി കാലിത്തീറ്റ കൃഷി വ്യാപിപ്പിക്കും. മത്സ്യമേഖലയ്ക്ക് സമഗ്രമായ സാമ്പത്തിക പാക്കേജ് കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്നാണ് കേരളത്തിൻ്റെ ആവശ്യം. വിശദമായി ഈ കാര്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കും. കോവിഡിന് ശേഷമുള്ള ഘട്ടത്തിൽ അതിജീവനത്തിനായി മത്സ്യബന്ധന മേഖലയിൽ അടിയന്തര പുനരുജ്ജീവന നടപടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ബദൽ ഉപജീവന മാർഗം നൽകുന്നതിന് പ്രാമുഖ്യം നൽകും. മത്സ്യം, പാൽ, മുട്ട ഈ മേഖലകളിലെ വിതരണ ശൃംഖലകളുടെ നവീകരണം ഉറപ്പുവരുത്തും. മത്സ്യവിതരണ ശൃംഖല പരിഷ്കരിക്കുന്നതിന് പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. സംസ്ഥാനത്തെ വലിയ ജലാശയങ്ങൾ ഉൾനാടൻ മത്സ്യകൃഷിക്ക് കീഴിൽ കൊണ്ടുവരും. അവയിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും സഹായത്തോടെ മത്സ്യകൃഷി വ്യാപിപ്പിക്കും. മത്സ്യക്കുഞ്ഞുങ്ങളെ പൊതുജലാശയങ്ങളിൽ നിക്ഷേപിക്കും. ഉപയോഗശൂന്യമായി കിടക്കുന്ന കുളങ്ങൾ നിശ്ചിത വർഷത്തേക്ക് പ്രത്യേക വ്യവസ്ഥയിൽ മത്സ്യകൃഷിക്ക് ഉപയോഗയോഗ്യമാക്കുന്ന കാര്യവും പരിഗണിക്കും. സ്വകാര്യ മത്സ്യവളർത്തൽ കേന്ദ്രങ്ങളും ഇതോടൊപ്പം ആരംഭിക്കും. മത്സ്യമേഖലയിലെ സ്ഥാപന വായ്പ വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ വായ്പാ നയം രൂപീകരിക്കും. ഉൾനാടൻ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള മത്സ്യമേഖലയുടെ വായ്പാ ആവശ്യങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും സംവിധാനമുണ്ടാക്കും. മത്സ്യം കടലിൽ എവിടെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അഭാവം ആഴക്കടൽ മത്സ്യബന്ധനത്തിന് തടസ്സമാകുന്നു. മത്സ്യബന്ധനത്തിലേർപ്പെടുന്നവർക്ക് വിവരങ്ങൾ യഥാവിധി എത്തിക്കുന്നതിന് സാങ്കേതിക സംവിധാനമുണ്ടാക്കും. ഗുണനിലവാരമുള്ള മത്സ്യവിത്ത് ഉൽപ്പാദനം ശക്തിപ്പെടുത്തും. ശുദ്ധജല ചെമ്മീൻ, ഉപ്പുവെള്ള ചെമ്മീൻ, കല്ലുമക്കായ, ചിപ്പി, ഞണ്ട് ഇവയുടെയെല്ലാം വിത്തുൽപാദനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകും. നമുക്ക് ഏറെ പരിചയമില്ലാത്തതാണ് കടൽ മത്സ്യകൃഷി. ഇത് ഇന്ത്യൻ സമുദ്ര മത്സ്യബന്ധനത്തിൻ്റെ ഭാവി എന്ന നിലയിലാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ സാധ്യത പരിശോധിക്കാനും കടൽ തീരപ്രദേശങ്ങളിൽ ഉപ്പുവെള്ളത്തിലെ കൃഷി വിപുലീകരിക്കാനും സർക്കാർ ഉദ്ദേശിക്കുകയാണ്. അലങ്കാര മത്സ്യമേഖലയിലെ സാധ്യത കൂടുതൽ പ്രയോജനപ്പെടുത്തും. അതോടൊപ്പം തദ്ദേശീയ അലങ്കാര മത്സ്യങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കും. കരിമീൻ ഉൾപ്പെടെയുള്ള ഫിൻഫിഷ് കൃഷി വാണിജ്യാധിഷ്ഠിത ഉൽപ്പാദനത്തിന് ഉതകുന്ന വിധം വർദ്ധിപ്പിക്കും. ഇതിനുവേണ്ട വിത്തുകളുടെ വിതരണവും ഫലപ്രദമാക്കും. വനിതാ സ്വാശ്രയ സംഘങ്ങൾക്കുള്ള ഉപജീവന സഹായ പദ്ധതിയായി ഇതും ചിപ്പിക്കൃഷിയും വ്യാപകമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രോഗപ്രതിരോധ ശേഷിയും അതിവേഗ വളർച്ചയും കൂടുതൽ വാണിജ്യ സാധ്യതയുമുള്ള വനാമി ചെമ്മീൻ കൃഷി
വ്യാപകമാക്കാനുള്ള മുൻ തീരുമാനം നടപ്പാക്കും. ഇതിലൂടെ ചെമ്മീൻ കൃഷിയിൽ സമീപകാലത്തുണ്ടായ തിരിച്ചടി അതിജീവിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നെൽകൃഷി ചെയ്യാത്ത ജലാശയങ്ങളിൽ വർഷം മുഴുവൻ ചെമ്മീൻ കൃഷി നടത്താൻ സൗകര്യമൊരുക്കാനാകില്ലേ എന്നതും ആലോചിക്കും. നാളെ ഏപ്രിൽ 23 ലോക പുസ്തക ദിനമാണ്. വില്യം ഷേക്സ്പിയറുടെ ജന്മദിനവുമാണ്. ഷേക്സ്പിയർ ജനിച്ചതും മരിച്ചതും ഏപ്രിൽ 23-നാണ്. പുസ്തക ദിനത്തിന് മുന്നോടിയായി ഇന്ന് വളരെ പ്രത്യേകതയുള്ള 3 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ അവസരം ലഭിച്ചു. കോവിഡ് കാലത്ത് കുട്ടികൾ എഴുതിയ കഥകളുടെയും കവിതകളുടെയും ലേഖനങ്ങളുടെയും സമാഹാരങ്ങളായിരുന്നു ഈ 3 പുസ്തകങ്ങൾ. കുട്ടികൾക്ക് ലോക്ക്ഡൗൺ കാലം സർഗാത്മകമായി ഉപയോഗിക്കാൻ പ്രേരണ നൽകിയത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പാണ്. വിദ്യാഭ്യാസ മന്ത്രി കൂടി പരിപാടിയിലുണ്ടായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കാണ് പുസ്തകങ്ങൾ നൽകിയത്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് ലെനിൻ്റെ 150-ാം ജന്മദിനമാണ്. ലെനിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നതിന് ഒരു സാങ്കത്യമുണ്ട്. മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ മഹാമാരിയായിരുന്നു സ്പാനിഷ് ഫ്ലൂ എന്നറിയപ്പെട്ട 1918-ലെ ഇൻഫ്ലുവൻസ. ലോകവ്യാപകമായി 50 ദശലക്ഷം പേരാണ് അതിൽപ്പെട്ട് മരിച്ചത്. അന്ന് മഹാമാരിയെ ചെറുക്കുന്നതിനേക്കാൾ പല രാജ്യങ്ങളും പ്രാധാന്യം കൽപ്പിച്ചത് ഒന്നാം ലോക മഹായുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിരുന്നു. ലെനിനാണ് ആ ഘട്ടത്തിൽ ശത്രുത അവസാനിപ്പിക്കുക എന്ന അന്താരാഷ്ട്ര ആഹ്വാനം നടത്തിയത്. എന്നാൽ ലെനിൻ്റെ ആഹ്വാനത്തെ ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഒരു വശത്തും ജർമ്മനിയും സഖ്യകക്ഷികളും മറുവശത്തും അവഗണിച്ച് തള്ളി. ലെനിൻ്റെ ആഹ്വാനപ്രകാരം യുദ്ധത്തേക്കാൾ പ്രാധാന്യം മഹാമാരിയെ നേരിടുന്നതിന് നൽകിയിരുന്നെങ്കിൽ 10,000-കണക്കിന് സൈനികരടക്കമുള്ളവർ ആ രോഗം മൂലം മരിച്ചു വീഴുമായിരുന്നില്ല. ആ ചരിത്ര സംഭവം ലെനിൻ്റെ ഓർമ്മദിനത്തിൽ നമുക്ക് വലിയൊരു പാഠം നൽകുന്നുണ്ട്. അത് മറ്റെന്തിനേക്കാളും ഉപരിയായി കോവിഡ്-19 എന്ന ഇന്നത്തെ മഹാമാരിയെ നേരിടുന്നതിലാവണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ. മനുഷ്യരാശിയെ സ്നേഹിക്കുന്ന ആരും തന്നെ ഈ ശ്രദ്ധയെ തിരിച്ചുവിടാനോ ക്ഷീണിപ്പിക്കാനോ ശ്രമിക്കാൻ പാടില്ല. ഒറ്റക്കെട്ടായി നിന്ന് രോഗത്തെ അതിജീവിക്കാനുള്ള ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. വഴിതിരിച്ചുവിട ശ്രമങ്ങൾ ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്താനേ ഉപകരിക്കും. അത് മനുഷ്യത്വപരമാണെന്ന് പറയാനും കഴിയില്ല. ഷേക്സ്പിയറിൻ്റെ മറ്റൊരു വാചകമുണ്ട്. ബുദ്ധിമാന്മാർ പ്രതികൂല ഘടകങ്ങളുടെ മുൻപിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല, മറിച്ച് അവയെ മറികടക്കാൻ ആവേശപൂർവം ശ്രമിക്കുകയാവും ചെയ്യുക. ആ വാചകങ്ങൾ നമുക്ക് പ്രചോദനകരമാണ്. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച മത്സ്യഫെഡ് ഭരണസമിതി അംഗവും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ CK മജീദിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തു. 2 കുട്ടികൾക്കുൾപ്പെടെ 6 പേർക്കാണ്
മജീദിൻ്റെ അവയവങ്ങൾ പുതുജീവൻ നൽകിയത്. കുടുംബത്തിൻ്റെ മഹാമനസ്കതയെ അംഗീകരിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ICICI ഫൗണ്ടേഷൻ വിവിധ മേഖലകളിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തകർക്കായി 1000 PPE കിറ്റുകൾ, 5500 ലിറ്റർ ഹാൻഡ് സാനിറ്റൈസർ, 50,000 മാസ്ക് എന്നിവ കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കമാണെന്നും ഇത്തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ തുടരുമെന്നും അവരറിയിച്ചു. കേരള പ്രവാസി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം, പാരിപ്പള്ളി, മഞ്ചേരി, പാലക്കാട്, പരിയാരം ഉൾപ്പെടെ വിവിധ ജില്ലകളിലെ 15 ആശുപത്രികളിലായി 500ഓളം പേർ ഇന്ന് രക്തം ദാനം ചെയ്തു. ദുരിതാശ്വാസ നിധിയിലേക്ക് വെട്ടം AHM-LP സ്കൂളിലെ കുട്ടികൾ മിഠായി വാങ്ങുന്നതിന് കാരുണ്യ കുടുക്കയിൽ നിക്ഷേപിച്ച തുക 25,000 രൂപ കൈമാറിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ കൊരട്ടി ഗാന്ധിഗ്രാം ത്വക്ക് രോഗ ആശുപത്രിയിലെ അന്തേവാസികൾ 35,000 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഒരാൾ 250 രൂപ വീതം സ്വരൂപിച്ചാണ് 140 അന്തേവാസികൾ ഈ തുക നൽകിയത്. ഇന്ത്യൻ അമേരിക്കൻ കേരള കൾച്ചറൽ ആൻഡ് സിവിക് സെന്റർ ന്യൂയോർക്ക് 10,16,958 രൂപ കൈമാറിയിട്ടുണ്ട്. കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറീസ് ഫോറം 32 ലക്ഷം, തൃപ്പൂണിത്തുറ പീപ്പിൾസ് അർബൻ ബാങ്ക് 30 ലക്ഷം, അസംബ്ലീസ് ഓഫ് ഗോഡ് മലബാർ കൗൺസിൽ 10 ലക്ഷം, മട്ടന്നൂർ നഗരസഭയിലെ LDF കൗൺസിലർമാർ 2 ലക്ഷം, മട്ടന്നൂർ നഗരസഭ 10 ലക്ഷം. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ബലാത്സംഗ കേസുകളും പോക്സോ നിയമപ്രകാരമുള്ള കേസുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിന് 14 ജില്ലകളിലായി 28 ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കലാണ്. 2 വർഷത്തേക്ക് താൽക്കാലികമായി ഇതിന് അനുമതി നൽകുകയാണ്. ഇവിടെ ഓരോ കോടതിയിലും ജില്ലാ ജഡ്ജി, ബെഞ്ച് ക്ലാർക്ക്, സീനിയർ ക്ലാർക്ക് എന്നിവരുടെ ഓരോ തസ്തിക റെഗുലർ അടിസ്ഥാനത്തിലും കോൺഫിഡൻസ് അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ബാർ LD ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡന്റ് എന്നിവരുടെ ഓരോ തസ്തിക കോൺട്രാക്ട് അടിസ്ഥാനത്തിലും സൃഷ്ടിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് പൊതുവെ ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ. ഈ ശമ്പളം പിടിക്കുന്ന കാര്യം പറഞ്ഞു. പ്രതിപക്ഷ സംഘടനകൾ ഇതിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ എതിർപ്പ് അവഗണിച്ചും ഈ ശമ്പളം പിടിക്കലുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം. ഇതിൽ എതിർപ്പിൻ്റെ അനുകൂലത്തിൻ്റെയും പ്രശ്നം വരുന്നില്ല. ശമ്പളം കൊടുക്കുന്നവർ ആ ദിവസങ്ങൾ കുറച്ചുള്ള ദിവസത്തെ ശമ്പളമാണ് കൊടുക്കുക. ഈ സാധാരണ ഒരു മാസത്തെ ശമ്പളം കൊടുക്കുമ്പോൾ അതിൽ 6 ദിവസത്തെ ശമ്പളം കുറച്ചുള്ള ശമ്പളം മാത്രമേ ഇപ്പോൾ കൊടുക്കാനാവൂ എന്നാണ് അവസ്ഥ. അതാണ് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അങ്ങ് പറയണ്ടായി വിവാദങ്ങൾക്ക് പിന്നാലെ പോകാനില്ല, എനിക്കിപ്പം വേറെയാണ് ശ്രദ്ധ, കോവിഡ് പ്രതിരോധമാണ്. പക്ഷേ ഇന്നലെ ഹൈക്കോടതി സ്പ്രിംഗ്ലർ വിവാദത്തിൽ ഡാറ്റ വിവര ശേഖരണത്തിൽ നിർണായകമായ പല ചോദ്യങ്ങളും സർക്കാരിനോട് ചോദിക്കുകയും ഡാറ്റ ഉറപ്പിക്കാൻ കഴിയുമോ, എന്തുകൊണ്ട് നിയമവകുപ്പ് കണ്ടില്ല, അത്തരത്തിൽ നിർണായക ചോദ്യങ്ങൾ ചോദിക്കുന്നു. നമ്മൾ സത്യവാങ്മൂലം കൊടുക്കേണ്ട സ്ഥിതിയാണ്. അപ്പോൾ ഇനി ആ വിവാദങ്ങൾ നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? കുറച്ചുകൂടി ഗൗരവമേറിയല്ലേ കോടതിയുടെ ചോദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ? കോടതിയുടെ മുന്നിലൊരു കേസ് വന്നു. സ്വാഭാവികമായും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് പോകുമല്ലോ. ഒരു കേസിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമല്ലേ ഹൈക്കോടതി തീരുമാനമെടുക്കുക. അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി നിരവധി ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങളാണ് ഇന്നലെ ഉയർന്നിട്ടുള്ളത്. അത് വിവരശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. അത്തരം ചോദ്യങ്ങളിലൂടെ എന്താണ് വസ്തുതകളെന്ന് മനസ്സിലാക്കാനാണ് ബഹുമാനപ്പെട്ട കോടതി ശ്രമിക്കുന്നത്. അതിൽ യാതൊരു അപാകതയുമില്ലാത്തതാണ്. സാധാരണഗതിയിൽ ഏത് കോടതിയും ചെയ്യുന്നൊരു കാര്യമാണത്.
അതിൻ്റെ പരിശോധന നടക്കട്ടെ. കോടതിയിലേക്ക് ഹർജികൾ പോയാൽ സ്വാഭാവികമായി പരിശോധിക്കില്ലേ? ആ പരിശോധന നടക്കട്ടെ. വിവരം ചോരുന്ന സംശയം കോടതി പ്രകടിപ്പിച്ചു. എന്താണ് ചോദിക്കുന്ന ഉറപ്പെന്നാണ് കോടതി ചോദിച്ചത്. സർക്കാരാകട്ടെ രണ്ടംഗ സമിതിയെ ഇത് നിയോഗിക്കുകയും ചെയ്തു. രാജീവ് സദാനന്ദനും മാധവൻ നമ്പീരും. എന്തുകൊണ്ടാണ് അത്തരം സമിതിയെ വെക്കേണ്ട സാഹചര്യം? രണ്ടും രണ്ടാണ്. ഇതിൽ ആദ്യം പറഞ്ഞ ഭാഗം അത് എന്താ ചോദിച്ചു? ആദ്യത്തെ ഭാഗം അതെ, അതായത് അതിൻ്റെ ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ കോടതിയുടെ ഒരു വിവരശേഖരണത്തിൻ്റെ ഭാഗമാണത്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ ഒരു കേസ് വരുന്നു. കേസിൻ്റെ എല്ലാ വിവരങ്ങളും കോടതി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഓരോരുത്തർക്കും പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായി കോടതി ചോദിച്ച് മനസ്സിലാക്കും. അതാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപാകതയുമില്ല. ഏത് കോടതിയും സ്വാഭാവികമായും ചെയ്യുന്ന കാര്യമാണ്. അതാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് അല്ല, ഞാനീ പറഞ്ഞതിന് പറയട്ടെ. രണ്ടാമത്തത്, ഇവിടെ ഗൗരവമായ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. അത് സർക്കാരിൻ്റെ മുന്നിലാണ് ഉയർന്നത്. അപ്പോൾ ഈ സ്വീകരിച്ച നടപടികൾ ഈ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട നടപടികളായിരുന്നുവോ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകത ഇനി അങ്ങോട്ട് തീരുമാനിക്കാനുണ്ടോ? അത്തരം കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് ഒരു നിലപാടെടുക്കേണ്ടതുണ്ട്. അതിനാണ് ഒരു വിദഗ്ധ സമിതിയെ നിശ്ചയിച്ചത്. രണ്ടാമതായി ഇന്ന് പ്രതിപക്ഷ MLA പെരുമ്പാവൂർ MLA ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത് താങ്കളുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഇന്ന് കൂടുതലായി പുറത്തു വരുന്നത്. ഇതിന് രണ്ടിനും എങ്ങനെയാണ് വിശദീകരണം? അതിന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിൽ തന്നെ ഞാൻ നിൽക്കുകയാണ്. അതിനകത്തേക്ക് ഇപ്പം ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത്തരത്തിലുള്ള എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിന് മറുപടി പറഞ്ഞ് നടക്കാനല്ല എനിക്ക് സമയം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കാണേണ്ടത്, എനിക്ക് ഈ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയില്ല. ഏതെങ്കിലും സാധാരണ പറയാറില്ലേ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കണ്ടുവെന്ന്. ആ ഒരു ധൈര്യം തന്നെയാണ് ഇതേവരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്, ഇനി അങ്ങോട്ടുമുള്ളത്. അവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ പറഞ്ഞയാളോട് ചോദിക്കണം എന്താ തെളിവുള്ളത്. ആ തെളിവ് അദ്ദേഹം കൊണ്ടുവരട്ടെ. സമിതിയുടെ കാര്യത്തിൽ ഈ വിരമിച്ച രണ്ട് ജീവനക്കാരാണ്, രണ്ട് ഉദ്യോഗസ്ഥരാണ് ഈ സമിതിയിലുള്ളത്. മാത്രമല്ല ഇവിടെ ചീഫ് സെക്രട്ടറിക്ക് ഒരു സവിശേഷമായ അധികാരമുണ്ട്. റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം സെക്ഷൻ 28 പ്രകാരം ഏത് ഫയലും വിളിച്ചു വരുത്താനും അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ പരിശോധിക്കാനും കഴിയും. പിന്നെ എന്തിനാണ് നമ്മൾ വിരമിച്ച രണ്ട് ഉദ്യോഗസ്ഥർ, മാത്രമല്ല അവർ രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ചീഫ് സെക്രട്ടറിക്ക് റൂൾസ് ഓഫ് ബിസിനസ്സിലെ സവിശേഷമായ അധികാരം വെച്ചുകൊണ്ട് ഈ ഫയൽ പരിശോധിക്കാം, അദ്ദേഹത്തിന് തീരുമാനമെടുക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വഴി നമ്മൾ സ്വീകരിക്കാത്തത്? ഇത് ഈ വിരമിച്ചവർക്ക് എന്ത് ബാധ്യതയാണ് നമ്മളോടുള്ളത്, സർക്കാരിനോടുള്ളത്? ഇവിടെ സർക്കാരിനോടുള്ള ബാധ്യത നിറവേറ്റലല്ല പ്രശ്നം. ഈ കാര്യങ്ങളിൽ വിദഗ്ധമായ ഉപദേശം നൽകുക എന്നുള്ളതാണ്. അതിനു പറ്റിയ വൈദഗ്ധ്യം അവർക്കുണ്ടോ കാര്യം. ഇതിൽ രണ്ടുപേരെ എടുത്താൽ ഒരാൾ കേന്ദ്രതലത്തിൽ തന്നെ വലിയ തോതിൽ അംഗീകാരം നേടിയ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ സർവീസ് കാലമെടുത്താൽ വലിയ അംഗീകാരം പൊതുവെ അദ്ദേഹം നേടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പൊതുവിൽ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം IT രംഗത്തെ സെക്രട്ടറി കൂടിയായിരുന്നു അവിടെ. അതുകൂടി പരിഗണിച്ചാണ് അദ്ദേഹത്തെ ഇതിനകത്തേക്ക് നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളൊരു കമ്മിറ്റി എന്ന് തന്നെ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത്, ഇവിടെ ഈ തൊട്ടു മുൻപ് വരെ ആരോഗ്യ സെക്രട്ടറിയായിരുന്ന ഒരാൾ എല്ലാ കാര്യങ്ങളും ആരോഗ്യരംഗത്ത് പ്രഗത്ഭമായി നിർവഹിച്ചു വന്ന ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം പൊതുവെ നമ്മളെല്ലാവരും അംഗീകരിച്ചതാണ്. ഈ രണ്ടുപേരുമായാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ഒരു പഠനം നടത്തി വിശകലനം ചെയ്ത് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കഴിയും. അങ്ങനെയാണ് ആ രണ്ടുപേരെ വെച്ചത്. ഈ രണ്ടുപേരും എല്ലാവരും അംഗീകരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. എന്തിനാണ് അവരെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഇവിടെ ഞാൻ ആവർത്തിച്ച് പറയുന്നത്, രാഷ്ട്രീയപരമായ ആക്രമണങ്ങൾ രാഷ്ട്രീയക്കാർ തമ്മിലാകുമ്പോൾ അതിൽ വലിയ പ്രശ്നമില്ല. ഇപ്പോൾ എൻ്റെ നേരെ ആക്ഷേപം വന്നു, അല്ലെങ്കിൽ എൻ്റെ മറ്റാരെയെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഞാനത് എത്രയോ കണ്ടയാളാണ്. എന്തുകൊണ്ട്? എനിക്കതിൽ യാതൊരു വേവലാതിയുമില്ല. ഇതെല്ലാവരും സാധാരണ ഉദ്യോഗസ്ഥരുടെ നില. എന്തിനാണ് നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് പുറപ്പെടുന്നത്? അതൊരു ശരിയായ രീതിയാണോ?
അത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു രീതിയാണ്. അതാണ് നാം ചിന്തിക്കേണ്ടത്. ഈ IT വകുപ്പുമായി ബന്ധപ്പെട്ട ആരോപണമാണല്ലോ നമുക്ക് ഉയർന്നു വന്നിരിക്കുന്നത്. അന്നേരം ഇന്ന് ഈ അന്വേഷണ സമിതിയിലുള്ള ഒരാൾ മാധവൻ നമ്പ്യാർ, അദ്ദേഹം ഈ IT വകുപ്പിന് കീഴിലുള്ള IIITMK എന്ന സ്ഥാപനത്തിന്റെ മേധാവിയാണ്. അന്നേരം IT വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം അന്വേഷിക്കാൻ അതുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ഇതിനകത്ത് കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യമാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗീകാരം നേടിയ ഒരു ഉദ്യോഗസ്ഥനാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തെ ഇതിനായി നിയോഗിച്ചത്. ആ പ്രാവീണ്യം നാം കാണാതിരിക്കരുത്. ഇതിപ്പോ ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിലുള്ള വിശദീകരണം വേണം എന്ന് ആവശ്യപ്പെട്ടത് അങ്ങയുടെ ഇടതുവശത്തിരിക്കുന്ന മന്ത്രിയുടെ റവന്യൂ മന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ D. രാജയാണ്. അതോടൊപ്പം തന്നെ ജനീകം മുഖപ്രസംഗവും ഇതുമായി ബന്ധപ്പെട്ട് മുഖപ്രസംഗം ജനീകവും എഴുതിയിരുന്നു. അപ്പൊ ഈ സ്വന്തം ഈ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിക്ക് പോലും പൂർണ്ണമായി ഇതിൽ വിശ്വാസത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണ്ടി മനസ്സിലാക്കുക. അത് ഓരോ ആൾക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങൾ നേരത്തെ നൽകിയിരുന്നല്ലോ. ആ വിശദീകരണങ്ങൾ അല്ല, പിന്നെയും അതിൻ്റെ വഴിക്ക് വേറെ വഴിയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് കണ്ടപ്പോഴാണ് വിശദീകരണത്തിൻ്റെ വഴിയാണ് നിർത്തിയത്. വിശദീകരണം തേടലോ കാര്യങ്ങൾ മനസ്സിലാക്കലോ അല്ല, വിവാദങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകും. കുറച്ച് നാളായിട്ട് വിവാദങ്ങളില്ല. ഈ കോവിഡിൻ്റെ അവസ്ഥ വന്നപ്പോൾ വിവാദങ്ങളില്ലാത്തതുകൊണ്ടൊരു വിഷമം ചിലർക്ക് വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ വിവാദം എങ്ങനെയെങ്കിലും പെരുപ്പിക്കണം, ആ ചിന്തയിലാണ് ഒരു കൂട്ടർ. അതിൻ്റെ ഭാഗമായാണ് പിന്നെയും ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. അതല്ലേ യഥാർത്ഥ വസ്തുത. സംസ്ഥാന അതിർത്തികളിലെ കാര്യം നേരത്തെ പറഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരത്ത്, അതുപോലെ കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴ, പാലക്കാട് ജില്ല, ഈ രണ്ട് സ്ഥലത്തെ സംസ്ഥാന അതിർത്തികളിൽ തമിഴ്നാട്ടിൽ ഈ പലയിടത്തും ഈ തെങ്കാശി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സാമൂഹ്യ വ്യാപനം എന്നൊക്കെ ചില വാർത്തകൾ വന്നു. സത്യത്തിൽ തമിഴ്നാട്ടിലെ ഒരു പ്രശ്നം നമുക്ക് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടോ? അതൊരു ചോദ്യം. ഒരു ചോദ്യം കൂടിയുണ്ട്. ഇന്നലെ CM പ്രവാസികൾ മടങ്ങിയെത്തുമ്പോൾ സ്വീകരിക്കുന്ന നടപടികളെ കുറിച്ച് വിശദമായി പറഞ്ഞു. അപ്പൊ അതുപോലെ ചോദ്യം വരുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മലയാളികളുണ്ട്. ഇപ്പൊ ഈ May 3 ലോക്ക്ഡൌൺ തീരുമ്പോൾ അവർ വരുമ്പോ എന്താണ് അവരെ ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ അവരെ സ്വീകരിക്കാൻ എന്ത് സംവിധാനങ്ങളാണ്? പ്രത്യേകിച്ച് അവരെ വിമാനത്താവളങ്ങൾ വഴിയൊന്നുമല്ലല്ലോ, പല മാർഗങ്ങളിലൂടെ എത്തുമ്പോൾ അതെന്തെങ്കിലും നടപടികൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ചില ആളുകൾക്ക് രോഗബാധയുണ്ടായി എന്നത് വസ്തുതയാണ്. ചില പ്രദേശങ്ങളിലും ചില ജില്ലകളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവരെല്ലാം ചികിത്സയിലേക്ക് മാറിയിട്ടുമുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ കർക്കശമായ നടപടികളിലേക്ക് അതിർത്തികളിൽ കടക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, ഈ സംസ്ഥാന അതിർത്തിയിൽ കൂടുതൽ ശക്തമായ നിരീക്ഷണവും അതിൻ്റെ ഭാഗമായുള്ള നടപടികളും ഉണ്ടാകുമെന്ന്. ഒന്ന്, സംസ്ഥാന അതിർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക വഴി മാത്രമല്ല ഉള്ളത്. ഒരുപാട് ഊടുവഴികളുണ്ട്, കാനന പാതകളുണ്ട്, ഇങ്ങനെ ഒട്ടേറെ വഴികളാണുള്ളത്. അത് ഒരു ജില്ലയിലുണ്ടായത് ഒരു കൂട്ടർ വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചു, ഇന്നതൊക്കെയാണ് ഊടുവഴി ഇവിടത്തേക്ക് വരാൻ എന്ന്, കേരളത്തിലേക്ക് വരാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വഴികളും അടച്ചിടുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിലേക്കൂടി ആരെയും കടത്തിവിടാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ഒരു വഴിയിലൂടെ ആളുകളെ കടത്തിവിടുന്ന വഴി പ്രത്യേകമായിട്ട് തീരുമാനിക്കാം. ബാക്കി ദീർഘമായ ഒരു അതിര് കിടക്കുകയാണ്. ആ അതിർ പ്രദേശങ്ങളിലെല്ലാം ആ പ്രദേശത്തിലുള്ളവർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. മറ്റാരെയെങ്കിലും കണ്ടാൽ അത് പിടികൂടുന്ന അവസ്ഥയുണ്ടാകും. അവിടെ ശക്തമായ പോലീസ് പെട്രോളിങ്ങും ഏർപ്പെടുത്തും. അങ്ങനൊരു ശക്തമായ നിരീക്ഷണം, തടയൽ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേ ഭാഗം പറഞ്ഞത് ഈ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വന്നവർ, അങ്ങനെ സ്റ്റേറ്റുകളിൽ നിന്ന് വന്നവർ ഇവിടെ എത്തിയാൽ, അല്ല ഞാൻ പറഞ്ഞു തീരട്ടെ, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവർ ഇവിടെ, അതെന്താ അത് കേൾക്കാത്തത്? അല്ല, നിങ്ങൾ പറയാൻ ധൃതി കാണിച്ചുകൊണ്ടായിരിക്കും. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ വരുന്നവരുടെ സ്ഥിതി, അവരിവിടെ വന്നാൽ സ്വാഭാവികമായിട്ടും അവർ പോകേണ്ടത് ക്വാറന്റൈനിലാണ്. അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ആ പരിശോധന കഴിഞ്ഞിട്ടേ അവർക്ക് സാധാരണ ജീവിതം നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ പരിശോധനാ സംവിധാനം ഉണ്ടാവും, ക്വാറന്റൈൻ ഉണ്ടാവും, പ്രത്യേക ക്വാറന്റൈൻ വേണമെങ്കിൽ അതുണ്ടാവും,
ചികിത്സ ആവശ്യമാണെങ്കിൽ ആ ചികിത്സക്കുള്ള സംവിധാനവും ഉണ്ടാകും. ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങയുടെ മകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു IT കമ്പനി, അതിന്റെ മേൽവിലാസം AKG സെന്റർ ആണെന്നുള്ള ഒരു തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊരു ശരിയായ നടപടിയാണ്? അതൊക്കെ ശുദ്ധ അസംബന്ധമായിരിക്കും. AKG സെന്റർ വെച്ചിട്ടാണോ കമ്പനി രജിസ്റ്റർ ചെയ്യുക? അതാ ഞാൻ പറഞ്ഞത്, ഈ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അതിന് മറുപടി പറയാൻ നിൽക്കുകയല്ല ഞാൻ. വെറുതെ അസംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, അസംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് അസംബന്ധമായ ഞാനെന്ത് പറയും? മറ്റൊരു ചോദ്യം, അങ്ങയുടെ അമേരിക്കൻ സന്ദർശനങ്ങളിൽ എപ്പോഴെങ്കിലും ഈ കമ്പനിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ? അത് പറ, അവര് പറയട്ടെ, അവര് കണ്ടെത്തട്ടെ. അവരവരുടെ ശീലം വെച്ച് മറ്റുള്ളവരെ അളക്കാൻ പുറപ്പെടരുത്. അവരോരോരുത്തർക്കും അവരവരുടേതായ ശീലം ഉണ്ടാവും. ആ ശീലത്തോടെ വളർന്നു വന്നവനല്ല ഇവിടെ ഇരിക്കുന്നത്, അത് മനസ്സിലാക്കണം. അവർ കൊണ്ടുവരട്ടെ തെളിവുകൾ, എന്തിനാ മടിക്കുന്നത്? അതിനൊരുപാട് മാർഗങ്ങളുണ്ടല്ലോ. ചോദിക്കും. നിങ്ങൾ തന്നെ പിന്നെ നാളെ മറ്റൊരു നില പറയാൻ കേൾക്കണ്ട. പരിശോധനാ സമിതി പോരാ, ഇതൊരു വിദേശ കമ്പനിയുമായി കൂടി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനോട് സർക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു? ഒരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ അങ്ങ് പറഞ്ഞു എന്തെങ്കിലും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ അങ്ങയുടെ കുടുംബത്തെ പറ്റിയും മറ്റും പറയുന്നതിനോട് മറുപടി പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ തരത്തിൽ തെളിവുകൾ ഇല്ലാതെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നാണോ അങ്ങ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് തീർത്തും ഒരു ആശാസ്യമല്ലാത്ത നടപടിയാണോ? അവർക്ക് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്യാനും മറ്റുമുള്ള അവകാശങ്ങളെ കൂടി ധ്വംസിക്കുന്ന ഒന്നാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? നിങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരാണ്. സാധാരണഗതിയിലുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് രീതികളും സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പോൾ ബോധപൂർവം ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ആ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് സമയം കളയാൻ ഞാനില്ല എന്ന് നേരത്തെ തന്നെ ഞാൻ വ്യക്തമാക്കിയത് അതുകൊണ്ടാണ്. അത് കൃത്യമായ അതിഗൂഢമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ്. ഇവിടെ ഒരു കാര്യം കാണേണ്ടത്, ഇതൊന്നും ഒരു വേട്ടയാടലല്ല കേട്ടോ, ഇതിപ്പോൾ അതല്ല. എന്നാൽ വലിയ വേട്ടയാടൽ നടന്ന ഘട്ടമുണ്ടായിരുന്നല്ലോ. അത്തരം ഘട്ടങ്ങളിൽ പോലും എന്താണ് ആലോചിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞു പോകാറുണ്ട് നേരത്തെ. ഇതൊന്നും ഇക്കാലത്ത് ഒരു രഹസ്യമല്ല. നിങ്ങൾ ഒരു ഗൂഢാലോചന നടത്തി ആക്രമിക്കാൻ പുറപ്പെടുമ്പോൾ തന്നെ അതിനു മുൻപ് തന്നെ കാര്യങ്ങൾ അറിയും, ഇങ്ങനെയൊരു പദ്ധതിയായിട്ട് വരാൻ പോവുകയാണ്. നിങ്ങളോട് ഞാൻ അന്ന് പറഞ്ഞു, നിങ്ങൾ മാത്രമല്ല അതിൻ്റെ കൂടെ വേറെ ആളുകളും ഉണ്ട് എന്നുള്ളത്. അതും ഇപ്പോൾ പുറത്തു വരികയാണ്, കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്, ഏതെല്ലാം തരത്തിലുള്ള ആളുകളുണ്ട് എന്നുള്ളത്. ചില ശക്തികൾ ഇതിനു വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അവർക്കൊന്നും മറുപടി പറഞ്ഞ് സമയം കളയാൻ ഞാനില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഞാനിപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വിശദീകരിച്ചു. ആ വിശദീകരിച്ച കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇനി വ്യക്തത തേടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ അവസ്ഥ വെച്ചിട്ട് ഇന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട്. നിങ്ങൾക്കും ഇപ്പോൾ അതിനാണോ നേരമുള്ളത്? നിങ്ങളുടെ മേലെയിരിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ചില സ്ഥാപനങ്ങളോ ഉണ്ടാക്കാൻ നോക്കിയ ചിത്രം ഇന്നലെ നിങ്ങൾക്ക് എന്തോ ചോദ്യം ചോദിക്കാൻ ആരോ നിങ്ങളെ തടഞ്ഞു കളഞ്ഞു, നിങ്ങളെ തടുത്തു, നിങ്ങൾ തമ്മിൽ വാക്കേറ്റുണ്ടായി. ഇതെല്ലാം ശുദ്ധ നുണയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു, അവസാനത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. ആ മറുപടി പറഞ്ഞ് നിൽക്കുമ്പോൾ 7 മണിയായി. 7 മണിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ചോദ്യത്തെ ഞാൻ തടഞ്ഞോ? ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ ഒരു ചോദ്യത്തെ ഞാൻ തടഞ്ഞിട്ടുണ്ടോ? ഞാൻ സമ്മതിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ഞാനൊരു വല്ലാത്ത അസഹിഷ്ണുത കാണിച്ചിട്ടുണ്ടോ? ഞാൻ ഒന്നിനെ തടുത്തിട്ടുണ്ടാവും. ഞാൻ ഏതെങ്കിലും വഴിക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങളെ മൈക്കും പിടിച്ച് വന്നാൽ അതിനോട് ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. കാരണം അത് നിങ്ങൾ തീരുമാനിക്കേണ്ടതല്ല. സംസാരിക്കണോ എന്നുള്ളത് ഞാനും കൂടി തീരുമാനിക്കേണ്ട ഘട്ടമാണ്. ഞാൻ കൂടി നിങ്ങൾക്ക് സമ്മതം തരേണ്ടതായിട്ടാണ് സംസാരിക്കേണ്ടത്. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അതല്ലാതെ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരുന്നതിന് ശേഷം
നിങ്ങൾ ചോദിക്കുന്ന ഏതെങ്കിലും ചോദ്യത്തിൽ ഞാൻ മാറിപ്പോയിട്ടുണ്ടോ? പക്ഷേ എന്താണ് ഇന്നലെ ഉത്തരവാദപ്പെട്ട ചില മാധ്യമങ്ങൾ തന്നെ വാർത്തയായിട്ട് കൊടുത്തത്? അപ്പോൾ എത്രമാത്രം മോശമായ രീതിയിലാണ് വസ്തുതകൾ തിരിച്ചുവിടുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലത്തെ അതേ അനുഭവം വരികയാണ്. 7 മണിയാകുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. ശരി.